വല്ലാത്ത ഉണ്ണി വല്ലാത്ത പൊല്ലാപ്പാണ് ഉണ്ടാക്കുക. അപ്രകാരമുള്ള മക്കളെ ഉപേക്ഷിക്കാൻ മനസ്സു വരായികയാൽ അവരും അധാർമികരായി ഭവിക്കുന്നു. ഇതേപോലെ വല്ലാത്ത മക്കളെ ഉപേക്ഷിക്കാൻ അച്ഛനമ്മമാർക്ക് അവരോടുള്ള അടുപ്പം കാരണം, അറ്റാച്ച്മെൻറ്റ് കാരണം സാധിക്കില്ല. അപ്പം മക്കൾ ചെയ്യുന്ന അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായിട്ട് കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അച്ഛനമ്മമാരും അധാർമികരായി ഭവിക്കുന്നു. അപ്പം ഈശ്വരൻ അനുഗ്രഹിച്ച് തന്നാൽ മാത്രം പോരാ, അത് അനുഭവിക്കാനുള്ള യോഗവും കൂടി ഉണ്ടാകണം. അപ്പോൾ അപ്രകാരമുള്ള മക്കളെ ഉപേക്ഷിക്കാൻ മനസ്സു വരായികയാൽ അവരും അധാർമികരായി ഭവിക്കുന്നു. അപ്പം നമ്മൾ ധാർമ്മികരാണ് എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ആരുമായിട്ടാണോ കൂട്ടുകൂടുന്നത്, നമ്മൾ ആരെയൊക്കെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്, അതെല്ലാം അനുസരിച്ചേ നമുക്ക് ധാർമ്മികരായിട്ട് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഗൃഹസ്ഥാശ്രമിയായ ഒരു മനുഷ്യൻ, ലൗകികനായ ഒരു മനുഷ്യൻ ലോകത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ആളല്ല. ആ ആളുടെ വ്യക്തിപരമായിട്ടുള്ള ഘടന എങ്ങനെയാണെങ്കിലും അദ്ദേഹം ആരുമായിട്ടൊക്കെയാണോ കൂട്ടുകൂടുന്നത് അതനുസരിച്ചിട്ടായിരിക്കും അത് രൂപീകൃതമാകുന്നത്. അയാൾ വ്യക്തിപരമായിട്ട് ധാർമ്മികനായിരിക്കാം, പക്ഷെ കൂട്ടുകൂടുന്നവർ അധാർമികരാണെങ്കിൽ ആ അധാർമികത ആ വ്യക്തിയിലേക്കും പടരും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. മനസ്സ് ഉപേക്ഷിക്കാനൊട്ട് മനസ്സും വരുന്നില്ല. മമതാബന്ധം കാരണം ഈ ദുർവൃത്തനായിട്ടുള്ള പുത്രനെ ഉപേക്ഷിക്കാൻ മനസ്സും വരുന്നില്ല. ഇത് യജ്ഞമൊക്കെ ചെയ്തുണ്ടായ ഉണ്ണിയാണേ, അതുകൊണ്ട് അങ്ങനെ ഉപേക്ഷിക്കാനും തോന്നില്ല. അപ്പം ആ അധർമ്മം ഇവർക്കും ഭവിക്കും. അങ്ങനെ അവർ അധാർമികരായി ഭവിക്കുകയും ചെയ്യുന്നു. എല്ലാവരുടെയും വിരോധം സമ്പാദിക്കേണ്ടതായും വരുന്നു. ഈ മക്കളെ വേണ്ട വിധത്തിൽ, മകനെ വേണ്ടതുപോലെ ഗുണദോഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരും എതിരായി തീരും. അപ്പം എല്ലാവരുടെയും വിരോധം സമ്പാദിക്കേണ്ടതായും വരുന്നു. എല്ലാവർക്കും ഹിതകരനായിരിക്കണം തൻ്റെ പുത്രൻ എന്ന് കരുതിയിട്ടാണ് പുത്രനെ വളർത്തുന്നത്. പക്ഷെ പുത്രൻ്റെ പെരുമാറ്റം കാരണം നാട്ടുകാരുടെ മുഴുവൻ വിരോധവും സമ്പാദിക്കേണ്ടതായി വരുന്നു. അന്തമില്ലാത്ത മനോദുഃഖം അനുഭവിക്കേണ്ടതായും വരുന്നു. അന്തമില്ലാത്ത മനോദുഃഖം. ഈ മനോദുഃഖമൊക്കെ ഉണ്ടാകുന്നത് മമത കാരണമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ആ മമത കാരണമാണ് ഈ അന്തമില്ലാത്ത മനോദുഃഖം അനുഭവിക്കേണ്ടതായി വരുന്നത്. അങ്ങനെ അന്തമില്ലാത്ത മനോദുഃഖം അനുഭവിക്കേണ്ടതായും വരുന്നു. ഇങ്ങനെ പേരിന് സന്താനമുണ്ടായതുകൊണ്ട് എന്ത് പ്രയോജനം? രാജാവ് ചിന്തിക്കുകയാണ്. ഇപ്പം ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ അന്ന് ചിന്തിക്കണമായിരുന്നു. യജ്ഞമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കണമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അനുഭവങ്ങളാണ് പലപ്പോഴും നമ്മൾ ചെയ്ത പ്രവർത്തികളെ പുനർവിശകലനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ശരിക്കും ഒരു പ്രവൃത്തിയുടെ ഫലം ഉണ്ടാകുന്നതിന് മുമ്പ് അതിനെ പറ്റിയിട്ട് സുചിന്തിതമായൊരു അഭിപ്രായം പറയുവാൻ സാധ്യമല്ല. ഇദ്ദേഹത്തിന് ഈ ചിന്ത ഇപ്പോഴേ വരികയുള്ളൂ. ഇതിനു മുമ്പ് അദ്ദേഹത്തിന് ആ ചിന്ത ഉണ്ടാവുകയില്ല. നമുക്കും നമ്മൾ പല കഥകളിലും കേട്ടിട്ടുണ്ട് അശരീരി പറഞ്ഞത്. ഇപ്പോൾ ഉദാഹരണത്തിന് വസുദേവനും ദേവകിയും വിവാഹം കഴിച്ചതിന് ശേഷം ഒരശരീരി ഉണ്ടായി. ഭണ്ഡാസുരന് ജീവൻ വെച്ചതിന് ശേഷം ഒരശരീരി ഉണ്ടായി. ഈ അശരീരി എപ്പോഴും പ്രവൃത്തി കഴിയുമ്പോഴേ ഉണ്ടാവുകയുള്ളൂ. ആ അശരീരി ഒരു പുനർവിശകലനത്തിൻ്റെ ഫലമായി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ പുനർവിചിന്തനം ഉണ്ടാവുകയുള്ളൂ. ഇവിടെ തൻ്റെ അനുഭവം രാജാവിനെ പുനർവിചിന്തനം ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും വിരോധം സംഭവിക്കേണ്ടതായിട്ട് വരുന്നു. അന്തമില്ലാത്ത മനോദുഃഖം അനുഭവിക്കേണ്ടതായും വരുന്നു. ഇങ്ങനെ പേരിന് സന്താനമുണ്ടായത് കൊണ്ട് എന്ത് പ്രയോജനം? മക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. വല്ല ഗുണമുണ്ടോ? ഇല്ല.
അറിവുള്ള ആരെങ്കിലും അവനെ ബഹുമാനിക്കുമോ? പിതൃക്കളോടുള്ള കടം തീർക്കാൻ ഈ പുത്രൻ ഉതകുകയുമില്ല. വിവരമുള്ള ഒരാൾ പോലും ഇങ്ങനെയുള്ളവരെ ബഹുമാനിക്കില്ല. അപ്പോൾ ആൾക്കാർ ബഹുമാനിക്കുന്നത് നാം ലോകത്തിൽ ചെയ്യുന്ന പ്രവർത്തികളുടെ പരിണത ഫലമായിട്ടാണ്. നമ്മളുടെ പ്രവർത്തികളാണ് ബഹുമാനത്തെ ഉണ്ടാക്കുന്നത്. വേനനെ പോലെ പ്രവർത്തിച്ചാൽ ആർക്കും ബഹുമാനം ഉണ്ടാവില്ല. ബഹുമാനം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, പിതൃക്കളോടുള്ള കടം തീർക്കാൻ ഈ പുത്രൻ ഉതകുകയുമില്ല. കാരണം നാട്ടു നടപ്പനുസരിച്ച് കാര്യം ചെയ്യില്ലല്ലോ. നാട്ടു നടപ്പനുസരിച്ച് കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിതൃക്രിയകളൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ പിതൃക്കളോടുള്ള കടവും തീരുകയില്ല. ദുരാചാരിയായ പുത്രൻ മൂലമുണ്ടാകുന്ന ദുഃഖം എത്രമാത്രം ദുസ്സഹമാണ്. അതന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയായിരിക്കും. ദുരാചാരിയായ പുത്രൻ മൂലമുണ്ടാകുന്ന ദുഃഖം എത്രമാത്രം ദുസ്സഹമാണ്. രാജാവ് ചിന്തിച്ച് മുന്നോട്ട് പോവാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാവിധ ക്ലേശങ്ങൾക്കും മൂലകാരണമായ സംസാര ദുഃഖത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ സത്പുത്രലാഭത്തെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് കുപുത്രലാഭമാണെന്ന് കരുതാം. ഇനിയും കിട്ടിയതിനെ ന്യായീകരിച്ചല്ലേ പറ്റൂ. ആദ്യം അതിനെക്കുറിച്ച് വിലപിച്ചു. അങ്ങനെ അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചൊക്കെ കുറേ ചിന്തിച്ചതിന് ശേഷം അതിൻ്റെ ഗുണവശങ്ങളെക്കുറിച്ച് മനസ്സ് ചിന്തിക്കാൻ തുടങ്ങുകയാണ്. ഈ ലോകത്തുണ്ടാകുന്ന ഒന്നിനും ചീത്ത മാത്രമായിട്ടുണ്ടാവില്ല, അതിലെപ്പോഴും നല്ലതും ഉണ്ടാവും. നന്മ തിന്മ മിശ്രിതമായിരിക്കും ഈ ലോകത്തുള്ളതെല്ലാം. അപ്പോൾ ഇവിടെ തിന്മയുടെ കെട്ടക്കഴിച്ചു, അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന ദുഃഖമൊക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞു. ഇനി അതുകൊണ്ടുണ്ടാകുന്ന നല്ല കാര്യം, നന്മയെക്കുറിച്ച് പറയുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാവിധ ക്ലേശങ്ങൾക്കും മൂലകാരണമായ സംസാര ദുഃഖത്തിലെ എല്ലാ വിധത്തിലുള്ള ക്ലേശത്തിനും കാരണം ഈ സംസാരമാണ്. ഈ സംസാരത്തിന് എന്താ പ്രത്യേകത? ഈ സംസാരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അറിവില്ലായ്മ കൊണ്ടാണ് പലരും പലതും ചെയ്യുന്നത്. മമത, രാഗദ്വേഷങ്ങൾ കൊണ്ടാണ് പലരും പലതും ചെയ്യുന്നത്. രാഗദ്വേഷങ്ങളും അജ്ഞാനവുമാണ് ഈ സംസാര സാഗരത്തിലെ ദുഃഖത്തിന് കാരണം. സംസാര സാഗരം ആസ് സച്ച് ദുഃഖജനകമല്ല. അതിനോടുള്ള നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ് ദുഃഖത്തെ ജനിപ്പിക്കുന്നത്. അറിവില്ലായ്മ കൊണ്ട് ആണ് നമുക്ക് പലപ്പോഴും ദുഃഖം ഉണ്ടാകുന്നത്. കയറ് കിടക്കുന്നത് കാണുമ്പം അത് പാമ്പാണോ എന്ന് ധരിച്ച് പേടിയുണ്ടാവുകയാണ്. പിന്നെ ആ പേടിയെ പിന്തുടർന്ന് മറ്റു പല കാര്യങ്ങളിലേക്കും ചെയ്യുകയാണ്. അപ്പം അറിവില്ലായ്മ കാരണം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, മമത കാരണം നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, വിദ്വേഷം കാരണം നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ലോകത്തിനോടുള്ള നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാവിധ ക്ലേശങ്ങൾക്കും മൂലകാരണമായ സംസാര ദുഃഖത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ സത്പുത്രലാഭത്തെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് കുപുത്രലാഭമാണെന്ന് കരുതാം. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഡിസിഷനിലെത്തി അത് നടപ്പിലാക്കിയേ പറ്റൂ. അപ്പം അദ്ദേഹം പതുക്കെ ആ ഡിസിഷനിലേക്ക് എത്താൻ പോവാണ്. അപ്പോൾ അതിന് അദ്ദേഹം ന്യായീകരിക്കുകയാണ്, ഈ ദുഷ്ടപുത്രൻ ഉണ്ടായതിനും പിന്നിലൊരു കാരണം ഉണ്ടാവും. അപ്പോൾ ഈ സംസാര ദുഃഖത്തിന് നല്ല മക്കളുണ്ടാവുന്നതിലും നല്ലത് ചീത്ത മക്കളുണ്ടാവുന്നതാണ്. കാരണം സദ്ഗുണസമ്പന്നനായ പുത്രനെ ഉപേക്ഷിച്ചിട്ട് ഈ ലോകത്തിൽ നിന്ന് പോകാൻ സ്നേഹ പാരവശ്യം മൂലം മനസ്സ് അനുവദിക്കില്ല. വാസ്തവം. സദ്ഗുണസമ്പന്നനായ പുത്രനാണ് എന്ന് വിചാരിക്കുക. ആ പുത്രൻ്റെ പ്രവർത്തികൾ നാട്ടുകാരുടെ മുഴുവൻ ബഹുമാനത്തെ ഉണ്ടാക്കി തരുന്നു എന്നും വിചാരിക്കുക. ആ പുത്രനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകാൻ ആർക്കാ തോന്നുക? ആർക്കും തോന്നില്ല. അപ്പൊ സദ്ഗുണസമ്പന്നനായ പുത്രൻ വാസ്തവത്തിൽ ഇദ്ദേഹം ചിന്തിച്ച് എത്തിച്ചേരുകയാണ്, സംസാര സാഗര പാശത്തെ മുറുക്കും. അതാണ് അദ്ദേഹം കാണുന്നത്. അപ്പൊ ഈ ലോകം ഉപേക്ഷിച്ച് പോകാൻ താല്പര്യം കാണിക്കില്ല. ഈ സംസാര വിഷയാസക്തി ജനന മരണങ്ങളുടെ ശൃംഖലയ്ക്ക് ഹേതുവായി ഭവിക്കുന്നു. അങ്ങനെ ഈ സംസാര സാഗരത്തിനോട് ആസക്തി ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഇതിൽ മുങ്ങിയും താണും, അതായത് ജനിച്ചും മരിച്ചും ജനിച്ചും ഒക്കെ വീണ്ടും വീണ്ടും നിലകൊള്ളും. വിരക്തി ഉണ്ടാവാതെ പോകുന്നു. അപ്പം മതി എന്നൊരു തോന്നൽ ഉണ്ടാവില്ല. ഇപ്പം ലോകത്തെപ്പോഴും ജീവിതത്തിൽ എപ്പോഴും സുഖമാണുണ്ടാകുന്നതെങ്കിൽ മതി എന്ന തോന്നൽ ഉണ്ടാവില്ല.
അപ്പം നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി, ലോകത്ത് ജീവിതത്തിൽ ദുഃഖമുണ്ടാകുന്നത് എന്തിനാണെന്നും കൂടി മനസ്സിലായി. ദുഃഖമുണ്ടാകുന്നത് മതി വരാനാണ്. സുഖം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എങ്കിൽ മതി ആവുകയില്ല. അപ്പോൾ ദുഃഖവും കൂടി ഉണ്ടാവുകയാണെങ്കിലോ ദുഃഖത്തിൻ്റെ കാഠിന്യം കൂടുന്നതനുസരിച്ച് മതി വരും. അപ്പോൾ സുഖം മാത്രമേ ഉണ്ടാകുന്നുള്ളൂവെങ്കിൽ വിരക്തി ഉണ്ടാവുകയില്ല. അപ്പം ഈ ജീവിതം ഈശ്വരൻ ക്രമീകരിച്ചിട്ടുള്ളത് മതി വരാനാണ്. അതുകൊണ്ടാണ് ലോകത്തിൽ ജനങ്ങളുടെ ജീവിതത്തിൽ ദുഃഖം ഉണ്ടാകുന്നത്. പക്ഷേ പലപ്പോഴും പലരും ദുഃഖങ്ങൾ ആവർത്തിച്ചുണ്ടായാൽ പോലും തിരിച്ചറിവില്ലാത്തത് കൊണ്ട് വിരക്തി ഉണ്ടാകാതെ അതിൽ തന്നെ പെട്ട് വലയുന്നു. എന്നാൽ ദുഷ്പുത്രനാണെങ്കിലോ, ഇനി നല്ല പുത്രൻ ഉണ്ടായതിനെ അദ്ദേഹം, മോശം പുത്രൻ ഉണ്ടായതിനെ അദ്ദേഹം ന്യായീകരിക്കുകയാണ്. ദുഷ്പുത്രനാണെങ്കിലോ അവൻ കാരണം സങ്കടപ്പെട്ട് സംസാര വിരക്തനായി ഭവിച്ചുകൊള്ളും. ദുഃഖമനുഭവിച്ച് ഇനി മതിയേ എന്ന് പറഞ്ഞുകൊള്ളും. അപ്പോൾ പ്രപഞ്ചത്തിൽ ജീവിതത്തിൽ ദുഃഖ സുഖങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ മതി വരാൻ ആണ്. അപ്പൊ ദുഃഖം പോലും ശ്രേഷ്ഠമായി ഭവിക്കും, ദുഃഖം പോലും ഗുണത്തിനായി തീരും. അങ്ങനെ നോക്കിയാൽ ഈ ലോകത്ത് നല്ലതല്ലാതെ വേറെ ഒന്നും ഇല്ല. അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ്. ദുഷ്ടപുത്ര ലാഭമുണ്ടായപ്പോൾ അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ആദ്യമൊക്കെ മമതയുടെ നീർച്ചുഴിയിൽ പെട്ടുകൊണ്ടാണ് സമീപിച്ചത്. പതുക്കെ ആ ചുഴിയിൽ നിന്ന് വിട്ടുവരികയാണ്. അപ്പോൾ ആ ചുഴിയിൽ നിന്ന് വിട്ടുവരുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് ഈ ദുഷ്ടപുത്ര ലാഭം പോലും വാസ്തവത്തിൽ ഒരനുഗ്രഹം തന്നെയാണ്. എന്താ കാരണം? ഈ ജനന മരണ സംസാര സാഗരത്തിനൊരു അറുതി വരുത്താൻ അനിവാര്യമായ വിരക്തിയെ അതുണ്ടാക്കിക്കൊള്ളും. അവൻ കാരണം സങ്കടപ്പെട്ട് സംസാര വിരക്തനായി ഭവിച്ചുകൊള്ളും. ആ വിരക്തി ക്രമാനുഗതമായി മുക്തിയിലേക്ക് നയിക്കും. ഈശ്വരാനുഗ്രഹം ഉള്ളതാണെങ്കിൽ മുക്തിയിലേക്ക് നയിക്കും, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിക്കും. സൂയിസൈഡ് ചെയ്യുന്നത് പലപ്പോഴും ഈ അടികാണാക്കയത്തിൽ, ദുഃഖക്കയത്തിൽ മുങ്ങിത്താഴുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഈ പുത്രനെ കിട്ടിയത്, വേനനെ കിട്ടിയത്. സത്യത്തിൽ വേനനെ കിട്ടുകയല്ല ചെയ്തത് ഈശ്വരാനുഗ്രഹം കൊണ്ട്. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു കെട്ട് ദുഃഖത്തെ കിട്ടുക ചെയ്തത്. ആ സ്വർണ്ണ വസ്ത്രമൊക്കെ, സ്വർണ്ണ നിറത്തിലുള്ള ശുഭ്രവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് സ്വർണ്ണ പാത്രത്തിൽ പായസം കൊണ്ടുവന്നയാള് വാസ്തവത്തിൽ ആ പാത്രം നിറച്ച് ദുഃഖമാണ് കൊണ്ടു കൊടുത്തത്. ഈശ്വരനിൽ നിന്ന് വരദാനമായി കിട്ടിയ ദുഃഖമാണ് എന്നുള്ളത് കൊണ്ടാണ് ചിന്ത കൃത്യമായ വഴിയേ പോകുന്നത്. ഈശ്വരനിൽ നിന്ന് വരദാനമായി കിട്ടുന്നത് എന്തും പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കരുത്. പിടിച്ചു വാങ്ങിച്ചാൽ അത് ദുഃഖത്തിന് കാരണമായി തീർന്നേക്കാം. പക്ഷേ ഈശ്വരനിൽ നിന്ന് വരദാനമായി കിട്ടുന്നത് ദുഃഖത്തിന് കാരണമായി തീർന്നാലും ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് കിട്ടിയത് എന്നുള്ളത് കൊണ്ട് അത് ക്രമേണ പരമമായ സുഖത്തിനായി തീരും. അതുകൊണ്ടാണ് ഈശ്വരനോട് ധൈര്യമായിട്ട് എന്ത് വേണമെങ്കിലും ചോദിച്ചു കൊള്ളാൻ പറയുന്നത്. വാസ്തവത്തിൽ കിട്ടുന്നത് ഈശ്വരാനുഗ്രഹമാണ് എന്ന് നനച്ച് അനുഭവിക്കുകയാണ് വേണ്ടത്. പക്ഷെ എന്നാലും മനുഷ്യനാണ്, ആഗ്രഹങ്ങൾ ഉണ്ടാകും. അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടായാൽ അത് സാധിക്കുന്നതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഈശ്വരനെ ആരാധിക്കുകയാണ് വേണ്ടത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടുന്നതെന്തും, അത് സുഖത്തിനായാലും ദുഃഖത്തിനായാലും, അത് ക്രമേണ പരമമായ സുഖത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സാധിക്കുവാൻ ഈശ്വര പാദങ്ങളെയാണ് ആശ്രയിക്കേണ്ടത്. അതുകൊണ്ട് കിട്ടുന്നത് പെട്ടെന്ന് സുഖത്തിനൊന്നും ഇടയാക്കിയില്ല എങ്കിലും അത് ഒരു പക്ഷേ
ഈശ്വര സാക്ഷാത്കാരത്തിന് കാരണമായി തീരുകയും ചെയ്യും. എന്നാൽ ദുഷ്പുത്രനാണെങ്കിലോ അവൻ കാരണം സങ്കടപ്പെട്ട് സംസാര വിരക്തനായി ഭവിച്ചുകൊള്ളും. ആ വിരക്തി ക്രമാനുഗതമായി മുക്തിയിലേക്ക് നയിക്കും. ഉടനെ ഒന്നും മുക്തിയിലേക്ക് നയിക്കില്ല, ക്രമാനുഗതമായി മുക്തിയിലേക്ക് നയിക്കും. അതുകൊണ്ട് സമസ്ത ക്ലേശങ്ങൾക്കും കാരണമായിട്ടുള്ള ഈ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിക്കുന്നതാണ് ഉചിതം. അദ്ദേഹം ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഇപ്പം ഈ സമസ്ത ക്ലേശങ്ങൾക്കും കാരണം എന്താ? ഈ ഗൃഹസ്ഥാശ്രമം, ഈ കൂട്ടുകെട്ടാണ് ഈ കംപ്ലീറ്റ് പ്രശ്നങ്ങൾക്ക് കാരണം. എന്തുമായിട്ടുള്ള കൂട്ടുകെട്ട്? ഈ ലോകവുമായിട്ടുള്ള കൂട്ടുകെട്ട്. എന്താ കാരണം? ഈ ലോകം അജ്ഞാനാവൃതമാണ്, രാഗദ്വേഷ ബദ്ധമാണ്. ഇവിടെ എല്ലാവരും പ്രവർത്തിക്കുന്നത് അജ്ഞാനം, രാഗം, ദ്വേഷം ഇതിന് വിധേയരായിട്ടാണ്. അതുകൊണ്ടാണ് സമസ്ത ക്ലേശങ്ങൾക്കും ഇത് കാരണമാകുന്നത്. അതുകൊണ്ട് വിഷമാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഏതുപോലെയാണോ ആ തിരിച്ചറിവ് ഉടൻ പ്രവൃത്തിയിലേക്ക് പരിണമിക്കുന്നത്. പ്രവൃത്തി എന്തായിരിക്കും? വിഷം കഴിക്കാതിരിക്കുക. കുറേശ്ശെയായിട്ട് വിഷം കഴിക്കുന്നത് ആരെങ്കിലും നിർത്തുമോ? കഴിക്കുന്നത് വിഷമാണ് എന്ന് തിരിച്ചറിഞ്ഞു, എന്നാൽ ഞാൻ ക്രമേണ അതങ്ങ് നിർത്താം എന്നാരെങ്കിലും വിചാരിക്കുമോ? വിഷമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആക്ഷൻ ഇമ്മീഡിയറ്റ് ആണ്. ഈ തിരിച്ചറിവ് പലപ്പോഴും ഇല്ലാത്തത് കൊണ്ടാണ് ആക്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടാവാത്തത്. പലപ്പോഴും നമ്മൾ ഈ തിരിച്ചറിവ് എന്നൊക്കെ പറയുന്നത് ശരിക്കുമുള്ള തിരിച്ചറിവല്ല, അത് വെറും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു തിരിച്ചറിവാണ്, ബുദ്ധിപരമായിട്ടുള്ള ഒരു തിരിച്ചറിവ് മാത്രമാണ്. ശരിക്കുമുള്ളൊരു തിരിച്ചറിവല്ല. ശരിക്കുമുള്ളൊരു തിരിച്ചറിവ് നമ്മൾ കുടിക്കാനെടുത്തിരിക്കുന്ന ഗ്ലാസ്സിലെ പാലിൽ വിഷം കലക്കിയിട്ടുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ എന്നാ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്നാരെങ്കിലും വിചാരിക്കുമോ? ആരും വിചാരിക്കില്ല, അത് മാറ്റി വയ്ക്കുകയുള്ളൂ. അപ്പം തിരിച്ചറിവ് പ്രവൃത്തിയിൽ കലാശിക്കും. ഇപ്പം ഇവിടെ ആദ്യമൊക്കെ വല്ലാതെ ദുഃഖിച്ചു, ഈ ദുഃഖത്തിന് വല്ല നിവൃത്തിയും ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചു. തൻ്റെ കഴിവിൻ്റെ പരമാവധി തൻ്റെ മകനെ നേരെയാക്കാൻ, തൻ്റെ ജീവിതത്തിൽ ദുഃഖമുണർത്തുന്ന സാഹചര്യത്തെ നേരെയാക്കാൻ ശ്രമിച്ചു. അതൊക്കെ പരാജയപ്പെട്ടു. അങ്ങനെ തൻ്റെ പ്രവൃത്തികളെല്ലാം പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്ത്, തനിക്കിനി ചെയ്യാനായിട്ടൊന്നുമില്ല എന്ന് തിരിച്ചറിയുന്ന സമയത്ത് ബുദ്ധി വേണ്ടതുപോലെ പ്രവർത്തിക്കുകയാണ്. അപ്പം അദ്ദേഹം പറയുകയാണ്, ഈ സമസ്ത ക്ലേശങ്ങൾക്കും കാരണമായിട്ടുള്ള ഈ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിക്കുന്നതാണ് ഉചിതം. ഇപ്രകാരമെല്ലാം ചിന്തിച്ച് സന്തപ്ത ചിത്തനായ ആ മഹാരാജാവ് ഒരു ദിവസം അർദ്ധരാത്രി എഴുന്നേറ്റു. ഗാഠനിദ്രയിൽ മുഴുകിക്കിടക്കുന്ന വേനമാതാവിനെ ഉപേക്ഷിച്ച് സർവൈശ്വര്യ സമൃദ്ധമായ ആ രാജധാനി വിട്ടുപോയി. ഈ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യം പ്രസക്തമല്ല. കാരണം ഇത് തന്നെയാണ് ശ്രീബുദ്ധനും ചെയ്തത്. തീരുമാനമെടുത്ത് പ്രവർത്തിക്കുമ്പോൾ ആ പ്രവൃത്തിയിൽ പിന്നീട് മമത ഉണ്ടാവില്ല. അപ്പം അവിടെ ലൗകിക ശരിതെറ്റുകൾക്ക് പ്രസക്തി ഉണ്ടാവുകയില്ല. താൻ ഏത് ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാഗ്രഹിച്ചിട്ടാണോ ഈ ലോകത്തെ ഉപേക്ഷിക്കുന്നത്, ആ ദുഃഖത്തിന് വിധേയയായി നിൽക്കുന്നവൾ തന്നെയാണ് തൻ്റെ ഭാര്യ. ആ ഭാര്യയെ ഒന്ന് ഗുണദോഷിച്ച് നോക്കാം എന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. കാരണം ഗുണദോഷിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം. നമുക്ക് വേറൊരാളെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. മറ്റുള്ളവരുടെ കൺവിക്ഷൻ അനുസരിച്ച് അവരെ കൺവിൻസ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നും വരില്ല. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ശരികളിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഒരു പക്ഷേ ബിയോണ്ട് കൺവിക്ഷൻ ആയിരിക്കാം. നമുക്ക് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. എപ്പോഴും നമുക്ക് നമ്മുടെ ശരികൾ പ്രവർത്തിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ.
നമ്മൾ അങ്ങനെ തന്നെയാ ചെയ്യുന്നത്. ഒന്നും പ്രവർത്തിക്കാതിരിക്കുമ്പം വെടിവട്ടം പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ കൺവിക്ഷനും കൺവിൻസ് ചെയ്യണം എന്നൊക്കെയുള്ള പറച്ചിലുണ്ടാവുന്നത്. നമ്മൾ ഒരു കാര്യം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, തീരുമാനിച്ചു കഴിഞ്ഞാൽ, പിന്നെ ആര് കൺവിൻസ്ഡ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ആ ഡിസിഷൻ നടപ്പിലാക്കും. ഇപ്പം ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്രകാരം എല്ലാം ചിന്തിച്ച് സന്തപ്ത ചിത്തനായ ആ മഹാരാജാവ് ഒരു ദിവസം അർദ്ധരാത്രി എഴുന്നേറ്റ് ഗാഠനിദ്രയിൽ മുഴുകിക്കിടക്കുന്ന വേനമാതാവിനെ ഉപേക്ഷിച്ച് സർവൈശ്വര്യ സമൃദ്ധമായ ആ രാജധാനി വിട്ടുപോയി. രാജപുരോഹിതന്മാർ, മന്ത്രിമാർ, സുഹൃത്തുക്കൾ തുടങ്ങിയവരും പ്രജകളും രാജാവ് വിഷയവിരക്തനായി നാടുവിട്ടുപോയെന്നറിഞ്ഞ് അതീവ ദുഃഖിതരായി. അപ്പം ഇവിടെ വേണമെങ്കിൽ തൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ നിന്ന് ഒളിച്ചോടി എന്നും പറയാം. അങ്ങനെ എന്താ പറയാതിരുന്നത്? അദ്ദേഹം തൻ്റെ കഴിവിൻ്റെ പരമാവധി ഇത് ശരിയാക്കാൻ ശ്രമിച്ചു. അദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും നേരെയാവുന്നില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം മറ്റൊരു തീരുമാനമെടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹം വിരക്തി വന്ന് നാട് വിട്ടുപോയി എന്ന് പറഞ്ഞത്. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയി എന്നല്ല പറഞ്ഞത്. ഭാര്യയെ ഉപേക്ഷിച്ച് തുല്യ ദുഃഖിതയായ ഭാര്യയുടെ ദുഃഖത്തിനൊരു താങ്ങും തണലുമായി നിൽക്കുന്നതിന് പകരം ആ ഭാര്യയെ ഉപേക്ഷിച്ചു പോയി എന്നുമല്ല ആൾക്കാർ പറഞ്ഞത്. ആൾക്കാർക്ക് മനസ്സിലായി ഈ ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരാൾക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് ഈ വിരക്തി. അപ്പൊ അവിടെ മറ്റൊരു ചോദ്യം ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ പത്നിക്ക് എന്താ വിരക്തി ഉണ്ടായില്ലേ എന്ന്. ഒരുപക്ഷെ പത്നിക്ക് ഇദ്ദേഹത്തിൻ്റെ അത്ര ദുഃഖം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മക്കളുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും അച്ഛനമ്മമാരിൽ പലപ്പോഴും ഒരേ വികാരമല്ല ഉണർത്തുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് മകനായ വേനൻ്റെ പ്രവൃത്തിയിൽ അത്ര കണ്ട് ദുഃഖമുണ്ടായിട്ടുണ്ടാകണം എന്നില്ല. അച്ഛനുണ്ടായിട്ടുള്ള അത്ര, രാജാവായ അച്ഛനുണ്ടായിട്ടുള്ള അത്ര ദുഃഖം അമ്മയ്ക്കുണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് എന്താ അങ്ങനെ ഉണ്ടാകാതിരുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമല്ല. രാജാവിനുണ്ടായി, രാജാവ് ഉപേക്ഷിച്ചു പോയി, നാട്ടുകാർക്ക് മനസ്സിലാവുകയും ചെയ്തു വിഷയവിരക്തനായിട്ട് നാട് വിട്ട് പോയതാണ് എന്ന് മനസ്സിലായി. ഇത് അവരെ വലിയ ദുഃഖിതരാക്കി. ലംബടന്മാരായ കള്ളസന്യാസിമാർ അന്തര്യാമിയായ പരമാത്മാവിനെ ഭൂമിയിലെങ്ങും തിരയുന്നത് പോലെ, വിഷയലംബടന്മാരായ സന്യാസിമാർ, കള്ളസന്യാസിമാർ അന്തര്യാമിയായ പരമാത്മാവിനെ ഭൂമിയിലെങ്ങും തിരയുന്നത് പോലെ, എങ്ങനെ കെട്ടിടങ്ങൾ പണിതും ഭൂമി സ്വന്തമാക്കിയും നാട് നന്നാക്കാൻ പലതരത്തിലുള്ള പ്രവർത്തികളും ചെയ്ത് അവരങ്ങനെ അവരുടെ പേരും പെരുമയും കൂട്ടുന്നത് പോലെ, അവർ ഈ പേരും പെരുമയും കൂട്ടുന്നത് അവരുടെ അന്തര്യാമിയെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പം കള്ളനാണയങ്ങൾ ഇന്ന് മാത്രമല്ല അന്നും ഉണ്ടായിരുന്നു. വിഷയലംബടന്മാരായ കള്ളസന്യാസിമാർ അന്തര്യാമിയായ പരമാത്മാവിനെ ഭൂമിയിലെങ്ങും തിരയുന്നത് പോലെ അവർ രാജാവിനെ കണ്ടെത്താനായി എല്ലായിടത്തും തെരഞ്ഞു. അങ്ങനെ ബിൽഡിങ്ങുകൾ പണിതത് കൊണ്ടോ ഭൂമി വാങ്ങിച്ചത് കൊണ്ടോ ലോകോപകാരാർത്ഥം പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ടോ അന്തര്യാമിയായിരിക്കുന്ന പരമാത്മാവിനെ തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല. അന്തര്യാമിയായ പരമാത്മാവിനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അന്തർമുഖരായിരിക്കണം, ബഹിർമുഖരായാൽ സാധ്യതയില്ല. വിതുരരെ, മൈത്രേയ മുനി വിതുരരോട് കഥ തുടരുകയാണ്. വിതുരരെ, രാജാവ് പോയ വഴി കണ്ടെത്താൻ കഴിയാതെ തങ്ങളുടെ ഉദ്യമം പാഴായി എന്ന് കണ്ട് രാജധാനിയിൽ മടങ്ങിയെത്തിയ അവർ ഇനി എന്ത് ചെയ്യും എന്ന ആശങ്കയോടെ സംഘം ചേർന്നിരിക്കുന്ന ഋഷിമാരുടെ അടുത്ത് ചെന്ന് അശ്രുസമേതരായി നമസ്കരിച്ച ശേഷം രാജാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന കാര്യം അറിയിച്ചു. അവര് രാജാവിനെ അന്വേഷിച്ച് പല സ്ഥലത്തും പോയി. രാജാവ് ഒരു ക്ലൂവും അവശേഷിപ്പിച്ചില്ല താൻ എങ്ങോട്ടാണ് പോയത് എന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെ രാജാവിനെ കണ്ടെത്താൻ ഇവർക്ക് സാധിച്ചില്ല. ഇവരെല്ലായിടത്തും പോയി, എവിടെയും കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ അവർ അശ്രു സമേതരായി കൂട്ടം ചേർന്നിരിക്കുന്ന ഋഷിമാരുടെ അടുത്ത് ചെന്ന് നമസ്കരിച്ച ശേഷം രാജാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന കാര്യം അറിയിച്ചു. ഇവിടെ 13-ാമത്തെ അധ്യായം, 4-ാമത്തെ സ്കന്ധത്തിലെ 13-ാമത്തെ അധ്യായം തീരുകയാണ്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ 4th സ്കന്ധേ 13ോऽധ്യായഃ.